എല്ലാവർക്കും നമസ്കാരം. ഈ കാമുകിയെ തട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരന്മാരുടെ കഥ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അത്തരം ഒരു കഥയാണ് ഇവിടെ പറയാനുള്ളത്. എൻ്റെ അടുത്ത് ഹീലിങ്ങിന് വേണ്ടിയിട്ട് വന്നൊരു ക്ലയൻറ്റാണ്. ഇദ്ദേഹം ചെറുപ്പക്കാരനാണ്, കേരളത്തിന് വെളിയിലാണ് ജോലി ചെയ്യുന്നത്. ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു പുള്ളി. ഭയങ്കര ഡിപ്രഷനിൽ വളരെയധികം വിഷമത്തോട് കൂടിയിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കണത്. എനിക്കൊരു ഹീലിംഗ് വേണം, ഒരു മഹാകാളി ഹീലിംഗ് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ എനിക്ക് കുറേ എമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ കുറേ കാലങ്ങളായിട്ട് സ്നേഹിച്ചിരുന്ന എൻ്റെ പെൺകുട്ടീനെ കൂട്ടുകാരനത് തട്ടിയെടുത്തു. അപ്പോൾ അതെനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരാനായിട്ടുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം, അത്രയും ചെയ്തു തരാം, അതേ പറ്റുള്ളൂ. അത് അങ്ങനെ അയാൾ ഹീലിംഗ് ബുക്ക് ചെയ്ത് എൻ്റെ അടുത്ത് വന്നു. വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഇയാളെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു സാധാരണ തോന്നാത്തതാണ്, ഒരു സഹതാപം തോന്നിപ്പോയി. കാരണം ഒരു ശുദ്ധ ഹൃദയനായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ. ആ പാവം മനുഷ്യൻ എല്ലാ ദിവസവും ഇയാളുടെ കാമുകി സുഖമായിട്ടിരിക്കണേ എന്ന് ഡെയിലി കാലത്ത് ഇയാൾ പ്രാർത്ഥിക്കും ദൈവത്തിനോട്. ഇത്രയും ഡിവൈനായിട്ടുള്ള ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. വാക്കുകളിൽ പറയുന്ന പോലെയല്ല, ഇയാൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം. അങ്ങനെ സെഷൻ ചെയ്യാൻ വന്നിരുന്ന് പയ്യെ അയാളുടെ ഓരോ ചക്രാസും നമ്മൾ ക്ലിയർ ചെയ്ത് അപ്പോൾ നോക്കുമ്പോൾ കുറേ ബ്ലാക്ക് എനർജീസ് ഇയാളുടെ ശരീരത്തിൽ ഇരിക്കുകയാണ്. വയറ്റിലാണെങ്കിൽ കൈവിഷം. അങ്ങനെ ഞാനത് പയ്യെ ഓരോന്നായിട്ട് ദേവിയുടെ സഹായത്തോട് പോയിട്ട് അത് റിലീസ് ചെയ്ത് ഇങ്ങനെ കളഞ്ഞ് അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ താഴെ മുതൽ ഇങ്ങോട്ടേക്ക് ഇവിടം വരെ പുള്ളിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, അവിടെ ലൈറ്റായി കനം കുറഞ്ഞു എന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയും ചെയ്തു. അങ്ങനെ ഹീൽ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ട് ചക്രയിൽ നിന്നും കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞ് എമോഷണൽ ചക്രയും ക്ലിയർ ചെയ്തു. കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് നല്ല ഒരു സമാധാനമായി, ഒരു ആശ്വാസമായി. ഇടയ്ക്കൊന്ന് കരഞ്ഞു, കുറച്ച് നേരം കരഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിലീസ് വന്നു. കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ലൈറ്റ് ഫീലിംഗ് ആയി എന്ന് പറഞ്ഞു. പക്ഷേ വയറിനകത്ത് അപ്പോഴും ഒരു എരിച്ചിൽ. അപ്പോൾ അതിനുള്ള ഒരു വിദ്യയും കൂടി ലാസ്റ്റ് നമ്മൾ ചെയ്തു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു എന്താണ് കാര്യങ്ങൾ. അപ്പോൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാമുകിയുണ്ട്, ഈ കൂട്ടുകാരനുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് ഈ കാമുകിയായിട്ടുള്ള ഒരു താല്പര്യം, കാമുകിയിലേക്കൊരു താല്പര്യം വരികയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ ബ്ലാക്ക് മാജിക് ചെയ്യാണ് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആക്കാനായിട്ട്. ഇയാൾക്ക് കൈവശം കൊടുത്തു അയാൾ ഒതുക്കാനായിട്ട്. എന്നിട്ട് ആ സ്ത്രീക്ക് വശ്യപ്രയോഗം നടത്തി ആ സ്ത്രീ അയാൾ സ്വന്തമാക്കിയെടുത്തു. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും ഈ കാലഘട്ടത്തിൽ ഇതേപോലുള്ള ആൾക്കാരുണ്ടാവുമെന്ന്. അനുഭവമാണ് പറയുന്നത്, അനുഭവമാണ്. എന്നെ ദേവി കാണിച്ചിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാനുള്ളത്, അല്ലാണ്ട് ഒന്നും കൃത്രിമമില്ല. അങ്ങനെ അത് നമ്മൾ ചെയ്തു കൊടുത്തു, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇയാൾക്ക് ഒരു അവയർനെസ് കൊടുത്തു. അയാൾ സ്പിരിച്വലായിട്ടുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. അയാൾക്ക് അത്യാവശ്യം അയാൾക്കൊരു കുണ്ടലിനിയുടെ ഒരു ആക്ടിവേഷൻ, ഒരു അവേക്കണിങ് ഒക്കെ ആയി തുടങ്ങിയേക്കണ മനുഷ്യനും കൂടിയാണ്. അത്തരം ഒരാൾക്കാണ് ഇതേപോലെ അനുഭവം വരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ളൊരു പാതയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യം മോശമായിരിക്കണം, ഇതെല്ലാം മായകളാണ്, എല്ലാം മായയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ കൊണ്ടുവന്നേ മതിയാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലാസ്സുകളും സ്പീച്ചൊക്കെ ഞാൻ കൊടുത്തപ്പോൾ ഇയാൾ ഓക്കെ. പിന്നെ നമ്മുടെ എനർജിയുടെ വർക്ക് നമ്മൾ ചെയ്തു ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് സ്പീച്ച് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല, ഒന്നും മാറ്റം വരില്ല. പക്ഷേ എനർജി വർക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ സ്പീച്ച് കൊടുത്ത് അയാളെ റെഡിയാക്കി എടുത്തത്. ആ പുള്ളിക്കാരനൊരു ധൈര്യമൊക്കെ വന്ന് സ്ട്രോങ് ആയിട്ട് അങ്ങനെ നേരിടാമെന്നുള്ളതിനെ പറ്റി ഒരു ക്ലാസ്സൊക്കെ ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തി. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഇത് ഇനിയിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹീലിംഗ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കുട്ടി മടങ്ങി വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ ഒരു അറ്റംപ്റ്റ് വേണമെങ്കിൽ നടത്താം. കാരണം അതിൻ്റെ ശരീരത്തിലും ഇതേപോലെ ഈ വശ്യപ്രയോഗമുണ്ട്. വശ്യപ്രയോഗം നടത്തിയിട്ടാണ് അയാളെ അറസ്റ്റ് കൊണ്ടുപോയേക്കണത്. അപ്പോൾ അത് ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കത് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിടത്ത്. അപ്പോൾ നിങ്ങളിന്ന് മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്താണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഥ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ പേഴ്സണലായിട്ടുള്ളൊരു കഥ ഇവിടെ റിവീൽ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതല്ല. ഇപ്പോൾ ഇവിടെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
അപ്പോൾ അങ്ങനെ അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആരാണെന്നും എന്താണെന്നും ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷേ ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി നടക്കുന്നുണ്ട്. മറ്റുള്ളവൻ്റെ കാമുകിമാർ, മറ്റുള്ളവൻ്റെ ഭാര്യമാരെയൊക്കെ ആളുകളെ ആകർഷിച്ച് ഇതുപോലെ കൊണ്ടുപോകുന്ന നിരവധി കേസുകൾ ഞാൻ നമ്മുടെ വീട്ടിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 12 അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. പക്ഷേ ആ അനുഭവങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പറയാറില്ല. കാരണം എല്ലാ അനുഭവങ്ങളും വന്നിരുന്നിട്ട് പബ്ലിക്കായിട്ട് പറയാൻ നമുക്ക് താല്പര്യമില്ല. കാരണം അത് കേൾക്കുന്നവനക്ക് അത് ചിലപ്പോൾ അതൊരു എൻ്റെ അനുഭവം സാറോട് പറഞ്ഞല്ലോ എന്ന് തോന്നും ചിലർക്ക്. പക്ഷേ ആരുടെ പേരോ നാടോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സേഫാണ്, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ആരും അറിയില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോ എൻ്റെ അത് ഹീൽ ചെയ്യാൻ വന്ന പയ്യനത് കേൾക്കുമ്പോഴും ഒന്നും വിചാരിക്കരുത് നിങ്ങൾ ആരാണെന്നൊന്നും ഇവിടെ ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇത് പറയുന്നത് വേറെ ഒന്നും വേണ്ടല്ല, മറ്റുള്ളവർക്കൊരു പാഠം, ഒരു അനുഭവം, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പുറകിൽ ബ്ലാക്ക് മാജിക്കും വശ്യപ്രയോഗവും കൈവശവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നിങ്ങളപ്പോൾ ആലോചിക്കണ്ടാവും ഈ ഒരു 2026 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്രയും മോഡേൺ സയൻസ് ഡെവലപ്പായ കാര്യത്തിൽ ആളുകൾ ഇനി അതിൻ്റെ പുറകെ പോവുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സത്യമാണോ, റിയാലിറ്റി ആണോ, അല്ലെങ്കിൽ അത് എവിടെ ഇരിക്കണം അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ചോദിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ സ്പിരിച്വാലിറ്റിക്ക് ഒരുപാട് പ്രാധാന്യം വരുന്നുണ്ട്. സ്പിരിച്വാലിറ്റിയിലേക്ക് ആൾ ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം മോക്ഷത്തിലേക്ക് പോകാനുള്ളതിൻ്റെ പാതയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൽ ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട്, നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്ന, ക്രിയകൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവരൊക്കെ നല്ല സൂട്ടും കോട്ടും ഇട്ടിരുന്നിട്ടായിരിക്കും ഈ പണി ചെയ്യണത്. നിങ്ങൾ വേഗം മന്ത്രവാദി എന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. കറുത്ത വേഷമൊക്കെ ഇട്ടിട്ട് കുറേ നെറ്റിയിൽ കുറേ ഭസ്മൊക്കെ പൂശി കുറേ മാലയൊക്കെ ഇട്ടിട്ട് ഒരു ഭീകരരൂപികളായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല, ഇന്ന് ഹൈടെക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് റിയാലിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തരുത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഇത്തരം ട്രാപ്പിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്താനോ അവരെ അടിച്ചു താത്താനല്ല ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അത് റീഡിങ് എടുത്ത് മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനാണ് ഞാൻ ഇത്തരം ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് പോയിന്റ്. അപ്പോൾ അവർ പോകുന്നത് അവർ അപകടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവരെ രക്ഷിക്കണം. അതിനകത്ത് ചിലപ്പോൾ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ രക്ഷപ്പെട്ട് എത്തിച്ചിട്ടാനായിട്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവില്ല. അത്രയധികം വലിയ ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്ത് പിന്നെ അത് കഴിയുമ്പോൾ അതിന് വിക്ടിമാവുന്ന ആൾക്കാർക്ക് തിരിച്ചു വരാനൊരു മാനസികമായൊരു വിഷമമുണ്ടാവും. അങ്ങനെ പോയല്ലോ, ഇനി ഞാനങ്ങനെ തിരിച്ചു വരുമെന്ന് ആലോചിച്ചിട്ട് ചിലരങ്ങനെ അതിൽ കൂടി തന്നെ ആ ട്രാക്കിൽ കൂടി തന്നെ പോകുന്നവരുണ്ട്. പക്ഷേ അവരിൽ ഉള്ള ആ ബ്ലാക്ക് മാജിക്കോ വശ്യപ്രയോഗങ്ങളോ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അവർക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. കാരണം ഇതുപോലെ പല മാരകമായ രോഗങ്ങളും വരുന്നത് ഇതുപോലെ ബ്ലാക്ക് മാജിക്കിന് വിക്ടിംസാണ്. ആ വിക്ടിമായ ആളുകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പല രോഗങ്ങളും ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. ഇപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.